സുഹൃത്തുക്കളെ, നമ്മൾ പണം സമ്പാദിക്കുന്നുണ്ട്, പക്ഷേ ചിന്തിക്കാതെ ചിലവഴിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിന്നാണ് സാമ്പത്തിക പ്രശ്നങ്ങളുടെ യഥാർത്ഥ തുടക്കം. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്നു. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെ ഓടുന്നു. ഓവർ ടൈം പോലും ചെയ്യുന്നു. എന്നിട്ടും മാസാവസാനം എന്തുകൊണ്ടാണ് കീശ കാലിയാവുന്നത്? കാരണം പണത്തിന്റെ കുറവല്ല, മറിച്ച് വിവേകത്തിന്റെ കുറവാണ്. ഇന്നും നിങ്ങൾ അത് നിയന്ത്രിച്ചില്ലെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ട് എപ്പോഴും സാമ്പത്തികമായി പിന്നോക്കം പോകും. ചിലവ് നമ്പർ 1. നിങ്ങൾ ചിലവാക്കുന്നതിനുള്ള കാരണങ്ങൾ ഞാൻ ഇനി പറയാം. 1. കാണിക്കാനുള്ള ശീലം. ജീവിതശൈലി കാണിച്ചു നടക്കുന്ന ഇന്നൊരു മാനസിക രോഗമായി മാറിയിരിക്കുന്നു. നമ്മുടെ കയ്യിൽ കുറവാണെന്നല്ല, യഥാർത്ഥ ദുഃഖം എന്തെന്നാൽ ആ കുറവിനെ പോലും വലുതാക്കി കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. 25,000 രൂപ ശമ്പളം വാങ്ങി 2 ലക്ഷം രൂപയുടെ ജീവിതശൈലി ജീവിക്കാൻ ശ്രമിച്ചാൽ കടം കഴുത്തറ്റെത്തും. ഐഫോൺ വേണം, റോയൽ എൻഫീൽഡ് വേണം, സാറയുടെ കോട്ട് വേണം. എന്നാൽ ഇതിനെല്ലാം ശേഷവും അത്യാവശ്യ കാര്യങ്ങൾക്കായി എന്തെങ്കിലും മിച്ചം വരുന്നുണ്ടോ? ഇല്ല. ഈ കാണിക്കലുകൾ താൽക്കാലിക സന്തോഷം നൽകും, പക്ഷേ ദീർഘകാലത്തേക്ക് ഞെരുക്കം നൽകുന്നു. ഇന്നത്തെ കാലത്ത് കാണിക്കാനുള്ള ശീലം ഒരു സാധാരണ മാനസിക ബലഹീനതയായി മാറിയിരിക്കുന്നു. നമ്മൾ യഥാർത്ഥ ആവശ്യങ്ങളെ അവഗണിച്ച് ആളുകളെ നമ്മൾ ധനികനും സ്റ്റൈലിഷും വിജയിച്ചവനുമായി കാണണം എന്ന ശ്രമത്തിൽ മാത്രം ഏർപ്പെടുന്നു. ഇതിനായി നമ്മൾ നമ്മുടെ ശമ്പളത്തേക്കാൾ എത്രയോ ഉയർന്ന ജീവിതശൈലി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരാളുടെ ശമ്പളം 25,000 രൂപയാണെങ്കിൽ അയാൾ 2 ലക്ഷം രൂപയുടെ ജീവിതം കാണിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ കടത്തിൻ്റെയും സമ്മർദ്ദത്തിൻ്റെയും ചതുപ്പിൽ അകപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. ഐഫോൺ, റോയൽ എൻഫീൽഡ് പോലുള്ള വില കൂടിയ ബ്രാൻഡുകൾ നമ്മുടെ ആവശ്യമല്ല, മറിച്ച് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു മാർഗമായി മാറുന്നു. ഈ കാണിക്കൽ നമുക്ക് കുറച്ച് സമയത്തേക്ക് സന്തോഷം നൽകുന്നു, എന്നാൽ ദീർഘകാലത്തേക്ക് നമ്മുടെ കീശ കാലിയാക്കുന്നു. ഏറ്റവും വലിയ പ്രശ്നം എന്നാൽ ഈ ശീലം കാരണം നമുക്ക് ഭാവിക്ക് വേണ്ടി സമ്പാദിക്കാൻ കഴിയുന്നില്ല. അടിയന്തര സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ നിസ്സഹായരുന്നു. യഥാർത്ഥ സമ്പത്ത് കാണുന്നതല്ല, മറിച്ച് മനസ്സിന് സമാധാനം നൽകുന്നതാണ്. നമ്മൾ കാണിക്കലിൽ നിന്ന് ഉയർന്ന ആവശ്യങ്ങൾക്കും സമ്പാദ്യത്തിനും മുൻഗണന നൽകുമ്പോൾ മാത്രമാണ് സാമ്പത്തിക സ്ഥിരത സാധ്യമാകുന്നതെന്ന് ഓർക്കുക. കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല, എന്നാൽ മിച്ചം വയ്ക്കുന്നതാണ് യഥാർത്ഥ സമ്പത്ത്. അടുത്തതാണ് ചെറിയ ചെറിയ ഓൺലൈൻ ചിലവുകൾ. കാണാൻ കഴിയാത്ത എന്നാൽ പതുക്കെ നിങ്ങളുടെ കീശയെ പൊള്ളയാക്കുന്ന ചെറിയ ചിലവുകൾ. സൊമാറ്റോയുടെ ചെറിയ ഓർഡറുകൾ, ആമസോണിൽ നിന്നുള്ള അനാവശ്യ സാധനങ്ങൾ, നെറ്റ്ഫ്ലിക്സ്, സ്പോട്ടിഫൈ സബ്സ്ക്രിപ്ഷനുകൾ എല്ലാം ചേർന്ന് ആയിരക്കണക്കിന് രൂപ ചിലവാകുന്നു. നിങ്ങളത് അറിയുന്നു പോലുമില്ല. ചെറിയ ഓൺലൈൻ ചിലവുകൾ നിശബ്ദമായി കീശ കാലിയാക്കുന്നവയാണ്. അവയെക്കുറിച്ച് നമുക്ക് പലപ്പോഴും ബോധമുണ്ടാകില്ല. ദിവസവും സൊമാറ്റോയിൽ നിന്നും സ്വിഗ്ഗിയിൽ നിന്നും ഭക്ഷണം ഓർഡർ ചെയ്യുക, ആമസോണിൽ നിന്ന് അനാവശ്യമായ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങുക, നെറ്റ്ഫ്ലിക്സ്, സ്പോട്ടിഫൈ, യൂട്യൂബ് പ്രീമിയം പോലുള്ള സബ്സ്ക്രിപ്ഷനുകൾ എടുക്കുക. ഇവയെല്ലാം വളരെ അപകടകരമായ ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നു. ആയിരക്കണക്കിന് രൂപയുടെ ചിലവുണ്ടാകുന്നു. ഇവിടെ ഏറ്റവും അപകടകരമായ വശം എന്നാൽ ഇവ ഒറ്റ നോട്ടത്തിൽ കാണില്ല, പക്ഷേ ഒന്നിച്ചു ചേരുമ്പോൾ വലിയ സാമ്പത്തിക ഭാരമായി മാറുന്നു. രാഹുലിന്റെ കഥ ഇതിനൊരു ഉദാഹരണമാണ്. തരക്കേടില്ലാത്ത വരുമാനമുള്ള ഒരു ഫ്രീലാൻസർ, പക്ഷേ സമ്പാദ്യം 0. ദിവസവും ഓൺലൈനായി ഭക്ഷണം ഓർഡർ ചെയ്യുന്നതും എല്ലാ വാരാന്ത്യങ്ങളിലും നെറ്റ്ഫ്ലിക്സിൽ സിനിമ കാണുന്നതും ശീലമായിരുന്നു. ഫലം 6 മാസങ്ങൾക്ക് ശേഷം അച്ഛനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ അത്യാവശ്യ മെഡിക്കൽ ചെലവിനായി കയ്യിലുണ്ടായിരുന്ന 5,000 രൂപ മാത്രം. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ചെറിയ ചിലവുകൾ ശീലമായാൽ അതൊരു ദുരന്തമായി മാറുമെന്നാണ്. ഈ ചിലവുകളെ നിയന്ത്രിക്കുന്നതുകൊണ്ട് സ്വന്തം സന്തോഷം ഇല്ലാതാക്കുക എന്നല്ല അർത്ഥം, മറിച്ച് ഉത്തരവാദിത്തോടെ ജീവിക്കുക എന്നതാണ്. സ്വയം സ്നേഹിക്കുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം നിങ്ങളുടെ ഭാവിയുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ്. ഓരോ രൂപയുടെയും സമ്പാദ്യം ദീർഘകാല അളവിൽ ആയിരങ്ങളുടെ നേട്ടമായി മാറും. ചെറിയ ചിലവുകളെ അവഗണിക്കരുത്, അവയാണ് ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവരുന്നത്. EMI എന്നാൽ ഈസി മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് എവരി മന്ത് ഇൻസ്റ്റാൾമെന്റ് ഓഫ് ടെൻഷനാണ്. ഫോൺ, ബൈക്ക്, ബ്രാൻഡഡ് സാധനങ്ങൾ എന്നിവയിൽ EMIയിൽ വാങ്ങി നമ്മൾ നമ്മുടെ വരാനിരിക്കുന്ന ശമ്പളത്തെ പണയം വയ്ക്കുന്നു. EMI അതായത് ഈസി മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എന്ന് കേൾക്കാൻ എളുപ്പമാണ്, പക്ഷേ യഥാർത്ഥത്തിൽ ഇത് എല്ലാ മാസത്തെയും ടെൻഷന്റെ മറ്റൊരു പേരാണ്. നമ്മൾ ആവശ്യത്തിലധികം സാധനങ്ങൾ, അതായത് വില കൂടിയ ഫോൺ, ബൈക്ക്, വസ്ത്രങ്ങൾ, ഫർണിച്ചർ എന്നിവ EMIയിൽ വാങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ വരാനിരിക്കുന്ന ശമ്പളം മുൻകൂട്ടി പണയം വയ്ക്കുകയാണ്. എല്ലാ മാസവും ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം തവണകളായി അടയ്ക്കാൻ പോകുന്നു. സമ്പാദ്യമൊന്നും നടക്കുന്നില്ല. മനോജിന്റെ കഥ ഇതിനൊരു ക്ലാസിക് ഉദാഹരണമാണ്. നല്ല ജോലിയും ബ്രാൻഡഡ് സാധനങ്ങൾ നിറഞ്ഞൊരു ജീവിതം, പക്ഷേ എല്ലാ മാസവും EMIയിലായിരുന്നു. ശമ്പളത്തിന്റെ 70% തവണകളായി പോയിരുന്നു. ഒരു മെഡിക്കൽ എമർജൻസിയോ കുടുംബത്തിന് സഹായമോ പോലുള്ള യഥാർത്ഥ ആവശ്യം വന്നപ്പോൾ കയ്യിൽ പണമില്ലായിരുന്നു. ഇതാണ് EMIയുടെ കെണി. ഇന്നത്തെ സന്തോഷത്തിനായി നാളത്തെ സ്ഥിരതയെ പണം വയ്ക്കൽ. നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമായും വീടോ വിദ്യാഭ്യാസമോ പോലുള്ള അത്യാവശ്യ കാര്യങ്ങൾക്കാവും ചെയ്യുമ്പോൾ മാത്രമേ EMI ശരിയാവുകയുള്ളൂ. എന്നാൽ ആഡംബരത്തിനായി EMI എടുക്കുന്നത് ഭാവിയെ അപകടത്തിലാക്കും. ചെലവ്
നാലാമത്തെ ചെലവാണ് ബന്ധുക്കളുടെയും സമൂഹത്തിൻ്റെയും സമ്മർദ്ദത്തിലുള്ള ചെലവുകൾ. നമ്മുടെ കയ്യിലുള്ളതെല്ലാം നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് മറ്റുള്ളവരുടെ കയ്യടിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. വിവാഹം, ജന്മദിന പാർട്ടി, ചടങ്ങുകൾ. ആളുകൾ എന്തു പറയുമെന്ന് ചിന്തിച്ച് നമ്മൾ നമ്മുടെ കഴിവിനപ്പുറം ചിലവഴിക്കുന്നു. ഇന്ത്യയെ പോലുള്ള ഒരു സാമൂഹിക രാജ്യത്ത് ആളുകൾ എന്തു പറയും എന്ന വാക്യം പലപ്പോഴും നമ്മുടെ സാമ്പത്തിക നാശത്തിന്റെ മൂലകാരണമായി മാറുന്നു. സമൂഹത്തിൽ ബഹുമാനം നിലനിർത്താനോ ബന്ധുക്കളുടെ പ്രശംസ നേടാനോ വേണ്ടി മാത്രം നമ്മൾ പലപ്പോഴും നമ്മുടെ കഴിവിനപ്പുറം ചിലവഴിക്കുന്നു. വിവാഹം, ജന്മദിന പാർട്ടികൾ, മതപരമായ ചടങ്ങുകൾ, ഉത്സവങ്ങൾ എന്നിവയ്ക്കായി ലക്ഷക്കണക്കിന് രൂപയാണ് നമ്മൾ ചിലവഴിക്കുന്നത്. ആരും നമ്മളെ വില കുറച്ച് കാണരുതെന്ന ഒറ്റ കാരണത്താൽ. അശോകിന്റെ കഥ ഇതിനൊരു ഉദാഹരണമാണ്. ഒരു സാധാരണ കർഷകനായിരുന്നിട്ടും അദ്ദേഹം തൻ്റെ മകളുടെ വിവാഹത്തിന് ലക്ഷങ്ങൾ ചിലവഴിച്ചു. ഗ്രാമത്തിലെ ഒരു വലിയ വിവാഹം പ്രതീക്ഷിച്ചിരുന്നു. എന്ന ഒറ്റ കാരണത്താൽ ഫലം വലിയ കടം, സമ്മർദ്ദം, വർഷങ്ങളുടെ EMI, ഒരു ദിവസത്തെ പ്രശസ്തിക്ക് പകരമായി വർഷങ്ങളുടെ ദുരിതം. ഈ ശീലം ഗ്രാമത്തിലോ ചെറിയ പട്ടണങ്ങളിലോ മാത്രം ഒതുങ്ങില്ല. നഗരത്തിലും ആളുകൾ സോഷ്യൽ മീഡിയയിലോ കാണിക്കാനായി വില കൂടിയ ചടങ്ങുകൾ നടത്തുന്നു. എന്നാൽ ഈ ചെലവുകൾ യഥാർത്ഥത്തിൽ ആവശ്യമാണോ? ബന്ധുക്കൾ നിങ്ങളുടെ കടത്തിന്റെ ഭാരം ഏറ്റെടുക്കുമോ? പാഠം: ബഹുമാനം ലഭിക്കുന്നത് നല്ല പെരുമാറ്റത്തിലൂടെയാണ്, കാണിക്കലിലൂടെയല്ല. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കേണ്ടത് തീരുമാനങ്ങൾ എടുക്കുക എന്നാണ്. കാരണം നിങ്ങളുടെ ജീവിതം നയിക്കേണ്ടത് നിങ്ങളാണ്, സമൂഹമല്ല. ചെലവ് നമ്പർ 5: ക്രെഡിറ്റ് കാർഡിന്റെ കണി. കയ്യിൽ പണമില്ലാത്തപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നു. എന്നിട്ട് പിന്നീട് നോക്കാം എന്ന് ചിന്തിക്കുന്നു. എന്നാൽ ക്രെഡിറ്റ് കാർഡിന്റെ പലിശ പതുക്കെ നിങ്ങളെ ഒരു സാമ്പത്തിക അടിമയാക്കി മാറ്റുന്നു. തുടക്കത്തിൽ ക്രെഡിറ്റ് കാർഡുകൾ വളരെ സൗകര്യപ്രദമായി തോന്നും. പണമില്ലാത്ത സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു സ്വാതന്ത്ര്യം ലഭിക്കും. എന്നാൽ ഈ സൗകര്യം പതുക്കെ ഒരു ഗുരുതരമായ സാമ്പത്തിക കെണിയായി മാറുന്നു. നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെലവഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഭാവിയിലെ വരുമാനമാണ് ഇപ്പോൾ ചെലവഴിക്കുന്നത്. മിക്ക ആളുകളും ബില്ല് വന്നതിന് ശേഷം മുഴുവൻ തുകയും അടയ്ക്കാൻ കഴിയാതെ മിനിമം പേയ്മെന്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. ഈ തെറ്റാണ് ഏറ്റവും വലിയ ഭാരമാകുന്നത്. കാരണം ബാക്കി തുകയ്ക്ക് പ്രതിവർഷം 30 മുതൽ 40% വരെ പലിശ ഈടാക്കുന്നു. സൗരഭിന്റെ കഥ ഇതിന് ഉദാഹരണമാണ്. ആദ്യം ജോലി കിട്ടിയപ്പോൾ അവൻ ക്രെഡിറ്റ് കാർഡ് എടുത്തു. എയർപോർട്ട്, ലോഞ്ച്, വില കൂടിയ ഷോപ്പിംഗ്, റെസ്റ്റോറൻറ്റുകളിലെ ഭക്ഷണം എന്നിങ്ങനെ ചിന്തിക്കാതെ കാർഡ് ഉപയോഗിച്ചു. തുടക്കത്തിലെല്ലാം നന്നായി തോന്നി. പക്ഷേ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പലിശ കാരണം മാത്രം 1.5 ലക്ഷം രൂപയുടെ ബിൽ വന്നു. നിങ്ങൾ വിവേകത്തോടെ ഉപയോഗിക്കുകയും മുഴുവൻ തുകയും കൃത്യസമയത്ത് അടയ്ക്കുകയും ചെയ്യുന്നിടത്തോളം കാലം മാത്രമേ ക്രെഡിറ്റ് കാർഡ് പ്രയോജനകരമാവൂ. അല്ലെങ്കിൽ ഈ ചെറിയ പ്ലാസ്റ്റിക് കാർഡ് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം വിഴുങ്ങിക്കളയും. ക്രെഡിറ്റ് കാർഡ് ഒരു സ്റ്റാറ്റസ് സിമ്പിൾ അല്ല. മുഴുവൻ ബില്ലും കൃത്യസമയത്ത് അടയ്ക്കാൻ കഴിയുമെങ്കിൽ മാത്രം അത് ഉപയോഗിക്കുക. അടുത്ത ചെലവ് മറ്റുള്ളവരെ അനുകരിക്കൽ. നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചല്ല മറ്റുള്ളവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടിട്ടാണ് ചിലവഴിക്കുന്നത്. ഒരു സുഹൃത്ത് യാത്ര പോയി, നിങ്ങളും പോകാൻ തുടങ്ങി. ആരെങ്കിലും വണ്ടി വാങ്ങി, നിങ്ങളും EMI പരിശോധിക്കാൻ തുടങ്ങി. ഇന്നത്തെ സോഷ്യൽ മീഡിയ യുഗത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചല്ല മറ്റുള്ളവരുടെ ജീവിതം കണ്ടാണ് ചിലവഴിക്കാൻ തുടങ്ങുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു സുഹൃത്തിനെ ഗോവ യാത്രയിൽ കാണുമ്പോൾ നമുക്കും പോകണമെന്ന് തോന്നുന്നു. ആരെങ്കിലും പുതിയ ഫോണോ വണ്ടിയോ വാങ്ങിയാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അതിനനുവദിക്കുന്നില്ലെങ്കിലും നീലം എന്ന പെൺകുട്ടിയുടെ കഥ ഇതിനൊരു ഉദാഹരണമാണ്. ആദ്യം ജോലി കിട്ടിയതേയുള്ളൂ. പക്ഷേ മറ്റുള്ളവരുടെ കണ്ട് അവർ 12,000 രൂപയുടെ ബ്രാൻഡഡ് ബാഗ് EMI വാങ്ങി. ഏതാനും മാസങ്ങൾക്ക് ശേഷം സാമ്പത്തിക ഞെരുക്കം കാരണം അതേ ബാഗ് 4,000 രൂപയ്ക്ക് വിൽക്കേണ്ടി വന്നു. സത്യം എന്തെന്നാൽ സോഷ്യൽ മീഡിയയ്ക്ക് കാണുന്നത് മുഴുവൻ സത്യമാകണമെന്നില്ല. ആളുകൾ അവരുടെ സന്തോഷ നിമിഷങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്, കഷ്ടപ്പാടല്ല. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ്. അതിൻ്റെ ഉത്തരവാദിത്തം കാണിക്കുന്നതിലല്ല, വിവേകത്തോടെ ജീവിക്കുന്നതിലാണ്. അവസാനത്തതും ഏറ്റവും വലുതുമായ നിഗമനം ഇതാണ്: സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള യഥാർത്ഥ വഴി. ലോകത്തിൽ 2 തരത്തിലുള്ള ആളുകളാണുള്ളത്. ഒന്ന്, പണം സമ്പാദിച്ചിട്ടും എല്ലാ മാസവും കടത്തിലും സമ്മർദ്ദത്തിലും ഞെരുക്കത്തിലും ജീവിക്കുന്നവർ. 2, പരിമിതമായ വരുമാനത്തിലും സമാധാനത്തോടെയും സുരക്ഷിതത്തോടെയും ബഹുമാനത്തോടും കൂടി ജീവിക്കുന്നവർ. വ്യത്യസ്ത ചിന്തയുടെയും ശീലത്തിൻ്റെയും മാത്രമാണ്. ഇനി തീരുമാനം നിങ്ങളുടേതാണ്. നിങ്ങൾ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി ഞെരുക്കത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതോ വിവേകത്തോടെ നടന്ന സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് മുന്നേറാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സത്യം ഇതാണ്: നിങ്ങളുടെ ഭാവി ഉണ്ടാകുന്നത് നിങ്ങളുടെ ഇന്നത്തെ ശീലങ്ങളിൽ നിന്നാണ്, വരുമാനത്തിൽ നിന്നല്ല, വിവേകത്തിൽ നിന്നാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. എല്ലാ മാസവും പണത്തിന് ഞെരുക്കം അനുഭവിക്കുന്ന സുഹൃത്തുക്കൾക്കായിട്ട് ഇത് പങ്കുവയ്ക്കുക. അതെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.